എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാഗ്യചക്രം അസ്ട്രോ എന്ന പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജ്യോതിഷശാസ്ത്രത്തിലെ ഏറ്റവും ശക്തവും അതേസമയം എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ടതുമായ ഒരു നക്ഷത്രത്തെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ ഇന്ന് ഒട്ടനവധി നക്ഷത്രങ്ങളുണ്ടായിട്ടും നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോയ്ക്കായി ഞാൻ എന്തുകൊണ്ടാണ് ഈ നക്ഷത്രത്തെ തിരഞ്ഞെടുത്തത് എന്നറിയാമോ? കാരണം എനിക്ക് വ്യക്തിപരമായി ഏറ്റവും ഇഷ്ടമുള്ള, ഞാൻ ഏറെ ആരാധിക്കുന്ന ഒരു നക്ഷത്രമാണിത്. ഈ പ്രപഞ്ചത്തിന്റെ കാവൽക്കാരനായ ദേവേന്ദ്രനും സർവ്വതിനെയും ശുദ്ധീകരിക്കുന്ന അഗ്നിദേവനും ഒരുപോലെ അധിപന്മാരായി വരുന്ന ഒരേയൊരു നക്ഷത്രമേയുള്ളൂ ജ്യോതിഷത്തിൽ. അത് നമ്മുടെ വിശാഖം നക്ഷത്രമാണ്. ഒരു വശത്ത് ഇന്ദ്രന്റെ ആ രാജകീയ പ്രൗഢിയും ഗാംഭീര്യവും, മറുപുറത്ത് അഗ്നിയെപ്പോലെ എന്തിനേയും കീഴടക്കാനുള്ള ജ്വലിക്കുന്ന ആത്മവിശ്വാസവും. തോറ്റുകൊടുക്കാൻ ഒട്ടും മനസ്സില്ലാത്ത ഏതു പ്രതിസന്ധിയിലും ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയരുന്ന ഈ നക്ഷത്രക്കാരെ എനിക്കെങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയും? പിന്നെ കൂട്ടുകാരെ, ചെറിയൊരു കാര്യം, ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോയാണ്. അതുകൊണ്ടുതന്നെ ഒരു തുടക്കക്കാരൻ്റെതായ ചെറിയ തെറ്റുകുറ്റങ്ങളോ പോരായ്മകളോ ഒക്കെ എന്റെ സംസാരത്തിലുണ്ടായേക്കാം. നിങ്ങളുടെ സ്വന്തം ആളായി കണ്ട് അതൊക്കെ ഒന്ന് ക്ഷമിക്കണം, എന്നെ തിരുത്തണം കേട്ടോ. നിങ്ങളുടെ ഈ ഒരു സ്നേഹവും പിന്തുണയുമാണ് എനിക്ക് മുന്നോട്ടു പോകാനുള്ള ഏറ്റവും വലിയ കരുത്ത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ തുലാം രാശിയിലും വൃശ്ചിക രാശിയിലുമായി പരന്നുകിടക്കുന്ന ഈ വിശാഖ നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്ന 2026 ജൂലൈ മാസത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വളരെ ലളിതമായി നമുക്ക് നോക്കാം. അതിനു മുൻപ് ഈ നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവത്തിലെ ചില നല്ല വശങ്ങളും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ചില മോശം വശങ്ങളും, നമ്മൾ മുൻപ് അനുഭവിച്ച ചില വിഷമങ്ങളും എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലേ വരാൻ പോകുന്ന മാറ്റങ്ങളെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കൂ. വിശാഖം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പോസിറ്റീവ് വശം എന്ന് പറയുന്നത് അവരുടെ അചഞ്ചലമായ ലക്ഷ്യബോധമാണ്. അവർ മനസ്സിലൊരു കാര്യം ഉറപ്പിച്ചാൽ എത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും അത് നേടിയെടുക്കാൻ വേണ്ടി സ്വന്തം സർവ്വ ഊർജവും എടുത്ത് അവർ പോരാടും. ആളുകളെ ആകർഷിക്കാനുള്ള പ്രത്യേക കഴിവ് ഇവർക്കുണ്ടാകും. പൊതുവെ മറ്റുള്ളവരെ സഹായിക്കാൻ മടിയില്ലാത്തവരും ഈശ്വരഭക്തിയും സദാചാരബോധവും ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കുന്നവരുമാണ് ഇവർ. തുലാം രാശിയിൽ വരുന്ന ആദ്യത്തെ 3 പാദങ്ങളിൽ ജനിച്ചവർ പൊതുവെ നല്ല സംസാരപ്രിയരും പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുന്നവരുമായിരിക്കും. എന്നാൽ വൃശ്ചിക രാശിയിൽ വരുന്ന 4ാം പാദത്തിൽ ജനിച്ചവർക്ക് കുറച്ചുകൂടി ഗാംഭീര്യവും നേതൃത്വ ഗുണങ്ങളും കൂടുതലായിരിക്കും. സാധാരണക്കാരോട് വളരെ സ്നേഹത്തോടും വിനയത്തോടും കൂടി മാത്രമേ ഇവർ പെരുമാറൂ. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ചുകാലമായി ഈ നക്ഷത്രക്കാർ അനുഭവിക്കാത്ത വിഷമങ്ങളില്ല. വീടിനു വേണ്ടിയും കൂടെയുള്ളവർക്ക് വേണ്ടിയും രാപ്പകൽ അധ്വാനിച്ചിട്ടും ആരിൽ നിന്നും ഒരു നല്ല വാക്കുപോലും കേൾക്കാൻ പറ്റാത്ത മാനസികാവസ്ഥയിലൂടെയാണ് ഇവരിൽ പലരും കടന്നുപോയത്. സ്വന്തം അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ എന്നിവർക്ക് വേണ്ടി ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടും പലപ്പോഴും അവർ പോലും നമ്മളെ മനസ്സിലാക്കിയില്ലല്ലോ എന്നൊരു സങ്കടം ഉള്ളിൽ ഒതുക്കി കഴിയുന്നവരാണ് ഒട്ടുമിക്ക വിശാഖം നക്ഷത്രക്കാരും. ആത്മാർത്ഥമായി കൂടെ നിന്ന പല ബന്ധുക്കളും സുഹൃത്തുക്കളും അവസരത്തിനൊത്ത് നമ്മളെ തള്ളിപ്പറഞ്ഞതും സാമ്പത്തികമായി സഹായിച്ചവർ തിരിഞ്ഞുകൊത്തിയതുമെല്ലാം വലിയ ആഘാതമാണുണ്ടാക്കിയത്. ഇത്രയൊക്കെ തിരിച്ചടികൾ നേരിട്ടിട്ടും തളരാതെ മുന്നോട്ടു പോകാൻ ഇവർക്ക് കഴിയുന്നത് ഉള്ളിലെ ആ ജ്വലിക്കുന്ന ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഈ നല്ല വശങ്ങൾക്കൊപ്പം തന്നെ വിശാഖം നക്ഷത്രക്കാർ തീർച്ചയായും തിരുത്തേണ്ട ചില മോശം വശങ്ങളും ഇവരിൽ കാണാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവരുടെ കടുംപിടുത്തവും പെട്ടെന്ന് വരുന്ന അമിതമായ ദേഷ്യവുമാണ്. താൻ പറയുന്നതാണ് ശരി എന്നൊരു ചിന്ത പലപ്പോഴും ഇവരുടെ മനസ്സിൽ അറിയാതെ വന്നു പോകാറുണ്ട്. ഇതുകാരണം പലപ്പോഴും നല്ല സുഹൃത്തുക്കളും അച്ഛനമ്മമാരും സഹോദരങ്ങളുമൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവാണ്. എന്നാൽ ചില സമയങ്ങളിൽ ഇത് മറ്റുള്ളവരുടെ മുൻപിൽ അഹങ്കാരമായി വ്യാഖ്യാനിക്കപ്പെടാം. അതുപോലെ തന്നെ ആഡംബര ജീവിതത്തോടും വസ്ത്രങ്ങളോടും നല്ല ഭക്ഷണത്തോടും ഇവർക്ക് വലിയ താൽപ്പര്യമായിരിക്കും. ഇത് ചിലപ്പോൾ വലിയ സാമ്പത്തിക ചിലവുകൾക്ക് വഴിമാറാറുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായി ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ ഈ വാശി കാരണമാകാറുണ്ട്. ഇനി നമുക്ക് വരാൻ പോകുന്ന 2026 ജൂലൈ മാസത്തിലെ വിശാഖം നക്ഷത്രക്കാരുടെ രാശിഫലത്തിലേക്ക് കടക്കാം. ഈ 2026 ജൂലൈ മാസം വിശാഖം നക്ഷത്രക്കാർക്ക് വലിയ ചില മാറ്റങ്ങൾക്കും വഴിത്തിരിവുകൾക്കും കാരണമാകാൻ പോകുന്ന ഒരു മാസമാണ്. കരിയറിലും ബിസിനസ്സിലും വളരെ അനുകൂലമായ സാഹചര്യങ്ങളാണ് ഈ മാസം നിങ്ങളെ കാത്തിരിക്കുന്നത്. തൊഴിൽ രംഗത്ത് നിങ്ങൾ വളരെ നാളായി ആഗ്രഹിച്ചിരുന്ന വലിയൊരു ലക്ഷ്യം നേടിയെടുക്കാൻ ഈ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് സാധിക്കും. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും വലിയ രീതിയിലുള്ള പിന്തുണയും അംഗീകാരവും ലഭിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്ന വിശാഖം നക്ഷത്രക്കാർക്ക് ജൂലൈ മാസത്തിന്റെ പകുതിയോടെ നല്ലൊരു ജോലി ലഭിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ നിക്ഷേപങ്ങൾ നടത്താനും അതുവഴി വലിയ ലാഭം കൊയ്യാനും ഈ മാസം സാധിക്കും. ഇനി നമ്മുടെ വീട്ടമ്മമാരുടെ കാര്യത്തിലേക്ക് വരാം.
സത്യം പറഞ്ഞാൽ നമ്മുടെ വിശാഖം നക്ഷത്രക്കാരായ വീട്ടമ്മമാർ കഴിഞ്ഞ കുറേ നാളുകളായി സഹിക്കുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ചെറുതല്ല. കുടുംബത്തിലെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കി സ്വന്തം ആരോഗ്യം പോലും മറന്ന് ജീവിക്കുന്നവരാണവർ. ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നോ സ്വന്തം ബന്ധുക്കളിൽ നിന്നോ പലപ്പോഴും അർഹിച്ച സ്നേഹം കിട്ടാതെ മനസ്സുരുകി പ്രാർത്ഥനയോടെ കഴിഞ്ഞുകൂടിയ നാളുകളാണ് കടന്നുപോയത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട അമ്മമാരും സഹോദരിമാരും വിഷമിക്കേണ്ടതില്ല. ഈ വരാൻ പോകുന്ന 2026 ജൂലൈ മാസം നിങ്ങൾക്ക് വലിയൊരു ആശ്വാസത്തിന്റെ കാലമാണ്. കുടുംബത്തിൽ നിങ്ങളുടെ വില എല്ലാവരും തിരിച്ചറിയാൻ പോവുകയാണ്. മനസ്സിൽ വിചാരിച്ച പല കാര്യങ്ങളും ഭംഗിയായി നടക്കും. ഭർത്താവുമായുള്ള പിണക്കങ്ങൾ മാറി സ്നേഹത്തോടെ മുന്നോട്ടു പോകാൻ ഈ ജൂലൈ മാസത്തിൽ സാധിക്കും. അടുത്തതായി നമ്മുടെ മധ്യവയസ്കരുടെ കാര്യമാണ് പറയാനുള്ളത്. 40കളിലും 50കളിലുമൊക്കെ എത്തി നിൽക്കുന്ന വിശാഖം നക്ഷത്രക്കാരായ കൂട്ടുകാർക്ക് ജീവിതത്തിൽ ഒട്ടനവധി ഉത്തരവാദിത്തങ്ങൾ ഒരുമിച്ച് തലയിൽ വന്നുകയറിയ ഒരവസ്ഥയാണ് ഇപ്പോൾ. മക്കളുടെ വിവാഹം, പഠനം, കരിയർ, സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം, ഒപ്പം പ്രായമായി വരുന്ന അച്ഛനമ്മമാരുടെ ആരോഗ്യകാര്യങ്ങൾ, ഇങ്ങനെയൊരു 100 കൂട്ടം പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നുപോകുന്നത്. ഈ ജൂലൈ മാസത്തിൽ നിങ്ങളുടെ ഈ ഭാരങ്ങൾക്കെല്ലാം വലിയൊരു കുറവ് അനുഭവപ്പെടും. മക്കളുടെ വിവാഹകാര്യത്തിലോ കരിയറിലോ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു നല്ല വാർത്ത ജൂലൈ മാസം പകുതിയോടെ നിങ്ങളെ തേടിയെത്തും. അച്ഛനമ്മമാരുടെ ആരോഗ്യകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ആശങ്കകൾ മാറി വലിയൊരു ആശ്വാസം ലഭിക്കുന്ന സമയമാണിത്. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലേക്ക് വന്നാൽ വിശാഖം നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് ഈ ജൂലൈ മാസം വളരെ മികച്ചതാണ്. പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവർക്ക് സാധിക്കും. മത്സരപരീക്ഷകളിൽ ഉയർന്ന വിജയം നേടാനും ഉപരിപഠനത്തിന് ആഗ്രഹിച്ച കോളേജിലോ കോഴ്സിലോ പ്രവേശനം ലഭിക്കാനും ഈ മാസത്തെ ഗ്രഹനില തുണയ്ക്കും. എങ്കിലും കൂട്ടുകെട്ടുകളിൽ ചെറിയൊരു ശ്രദ്ധ വേണം. അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും കൂട്ടുകാരുമായുള്ള വാശികളിൽ നിന്നും കുട്ടികൾ മാറി നിൽക്കാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളുടെ കലാകായിക രംഗങ്ങളിലെ കഴിവുകൾക്ക് വലിയ രീതിയിലുള്ള അംഗീകാരങ്ങൾ തേടിയെത്തുന്ന ഒരു മാസം കൂടിയായിരിക്കും ഇത്. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ 2026 ജൂലൈ മാസം വിശാഖം നക്ഷത്രക്കാർക്ക് ധനപരമായി മികച്ചതായിരിക്കുമെങ്കിലും ചിലവുകൾ കൂടും. പണം വരാനുള്ള വഴികൾ ഒരുപാട് തുറക്കപ്പെടുമെങ്കിലും അതിനൊപ്പം തന്നെ കുടുംബത്തിലെ ആഡംബര കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ വീടുപണിക്കോ വാഹനത്തിനോ വേണ്ടി വലിയൊരു തുക ചിലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കാൻ ഈ മാസം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരു പ്രധാന കാര്യം, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഈ മാസം ആരോടും കാശ് വാങ്ങാനോ കൊടുക്കാനോ ജാമ്യം നിൽക്കാനോ പോകരുത്. അങ്ങനെ ചെയ്താൽ ആ പണം തിരികെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അത് നിങ്ങളുടെ സമാധാനം കളയും. എങ്കിലും മാസാവസാനത്തോടെ മുൻപ് നടത്തിയ ചില നിക്ഷേപങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായി വലിയൊരു ധനലാഭം നിങ്ങളെ തേടിയെത്തും. കുടുംബജീവിതത്തിന്റെയും ബന്ധങ്ങളുടെയും കാര്യത്തിൽ ഈ 2026 ജൂലൈ മാസം വിശാഖം നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുക. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുമെങ്കിലും നിങ്ങളുടെ കടുംപിടുത്തവും ദേഷ്യവും കാരണം പങ്കാളിയുമായോ അല്ലെങ്കിൽ സഹോദരങ്ങളുമായോ ചെറിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ വാക്കുകൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കുക. മുതിർന്നവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ടു പോകുന്നത് കുടുംബത്തിൽ ഐശ്വര്യം നിലനിർത്താൻ സഹായിക്കും. ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന പഴയകാല തർക്കങ്ങൾ മാറി ബന്ധങ്ങളൊക്കെ കുറച്ചുകൂടി മനോഹരമായി മുന്നോട്ടു കൊണ്ടുപോകാൻ ഈ മാസം സാധിക്കും. ആരോഗ്യത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഈ 2026 ജൂലൈ മാസത്തിൽ വിശാഖം നക്ഷത്രക്കാർക്ക് ചെറിയ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാസത്തിന്റെ തുടക്കത്തിൽ നല്ല ഊർജ്ജസ്വലത അനുഭവപ്പെടുമെങ്കിലും മധ്യത്തോടെ അമിതമായ ജോലിഭാരം കാരണം കടുത്ത ശാരീരിക ക്ഷീണവും മാനസിക സമ്മർദ്ദവും ഉണ്ടായേക്കാം. പ്രധാനമായും ഭക്ഷണകാര്യങ്ങളിൽ വലിയ ശ്രദ്ധ വേണം. പുറത്തുനിന്നുള്ള ആഹാരം കഴിക്കുന്നത് വഴി ഉദരസംബന്ധമായ അസുഖങ്ങളോ അല്ലെങ്കിൽ അലർജികളോ വരാൻ സാധ്യതയുണ്ട്. യാത്രകൾ ചെയ്യുമ്പോൾ പ്രത്യേകം ജാഗ്രത പുലർത്തുക. ദിവസവും രാവിലെ ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങളോ പ്രാർത്ഥനകളോ ശീലമാക്കുന്നത് നിങ്ങളുടെ ആരോഗ്യവും മനസ്സിന്റെ സമാധാനവും നിലനിർത്താൻ സഹായിക്കും. വിശാഖം നക്ഷത്രക്കാരുടെ ഭാഗ്യകാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ നക്ഷത്രത്തിന്റെ അധിപൻ ദേവഗുരുവായ വ്യാഴമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വ്യാഴാഴ്ച ദിവസങ്ങൾ വളരെ ഭാഗ്യം നൽകുന്ന ദിവസങ്ങളാണ്. നിങ്ങളുടെ ഭാഗ്യനിറങ്ങൾ മഞ്ഞ, ക്രീം, വെള്ള, ഇളം നീല എന്നിവയാണ്. ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങൾക്ക് പോസിറ്റീവ് ഊർജം നൽകും. നിങ്ങളുടെ ഭാഗ്യസംഖ്യകൾ 3, 6, 7 എന്നിവയാണ്. പുതിയ ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കരാറുകളിൽ ഒപ്പുവെക്കാനോ വ്യാഴാഴ്ച ദിവസങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ല ഫലങ്ങൾ നൽകും. ഈ നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്ന ദോഷങ്ങൾ മാറാനും ഈ 2026 ജൂലൈ മാസത്തിൽ കൂടുതൽ ഐശ്വര്യം ലഭിക്കാനുമായി ചില പ്രാർത്ഥനകളും വഴിപാടുകളും ചെയ്യേണ്ടതുണ്ട്. വിശാഖം നക്ഷത്രത്തിന്റെ ദേവത ഇന്ദ്രനും അഗ്നിയുമാണ്.
ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നിങ്ങളുടെ ദേഷ്യം കുറയ്ക്കാനും മാനസിക സമാധാനം ലഭിക്കാനും സഹായിക്കും. വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാൽപ്പായസമോ വെണ്ണയോ വഴിപാടായി നൽകുന്നത് കരിയറിലെ തടസ്സങ്ങൾ മാറാൻ ഉത്തമമാണ്. കൂടാതെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയി പഞ്ചാമൃതാഭിഷേകം നടത്തുന്നതും ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ധാര നടത്തുന്നതും നിങ്ങളുടെ സകല ദോഷങ്ങളെയും അകറ്റി ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൊണ്ടുവരും. പൂർണ്ണമായ ഈശ്വരവിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ടു പോവുക. എല്ലാ നന്മകളും നിങ്ങളെ തേടിയെത്തും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ലൈക്കും കമന്റും സബ്സ്ക്രിപ്ഷനും എനിക്ക് ഒത്തിരി വിലപ്പെട്ടതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.